അത് ഭക്ഷണം കഴിച്ചാലേ അപ്പം തന്നെ ബാത്റൂം പോകാൻ തോന്നും. അതാണോ? അത് ഞാൻ പറഞ്ഞുതരാം. വാ, ഇതിനെ നമ്മൾ ഗ്യാസ്ട്രോകോളിക് റിഫ്ലെക്സ് എന്ന് പറയും. അതെന്താ ആക്ച്വലി? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ്റിലെത്തുന്ന ഭക്ഷണം കുടലിനൊരു സിഗ്നൽ കൊടുക്കും, ആ ഭക്ഷണമൊക്കെ ഒന്ന് പ്രോസസ് ആവാനായിട്ട്. അപ്പോൾ കുടൽ വേഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതിപ്പോ എല്ലാവർക്കും ഉള്ളതല്ലേ? അതെ, പക്ഷേ ചിലരിൽ അത് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കാം. എസ്പെഷ്യലി ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർക്ക് അത് കൂടുതൽ ശക്തമായിരിക്കും. പക്ഷെ ഇതൊക്കെ മാറ്റാനുള്ള വഴികളുണ്ട്. അതെങ്ങനെ? ആദ്യം തന്നെ നീ 3 തവണകളായിട്ട് കഴിക്കുന്നത് നിർത്താം. പല തവണകളായി കുറച്ച് ഭക്ഷണം കഴിക്കാം. പിന്നെ നീ കഴിക്കുന്ന ഫുഡുകളിൽ അധികം മസാല, കൊഴുപ്പ് അതൊക്കെ ഒന്ന് കുറയ്ക്കണം. പിന്നെ സൊല്യൂബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകളും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, ലോ ഫോഡ് മാപ്പ് എന്നുള്ളൊരു ഡയറ്റ് ഉണ്ട്. അതും നിനക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ലോ ഫോഡ് മാപ്പോ എന്ന് വെച്ചാൽ? അത് ചില പ്രത്യേക കാർബോഹൈഡ്രേറ്റ്സ് എലിമിനേറ്റ് ആക്കുന്ന ഒരു ഡയറ്റിംഗ് രീതിയാണ്. അതായത് നമ്മുടെ കുടലിൽ ശരിയായി അബ്സോർബ് ആവാത്ത ചില ഷുഗേഴ്സിന് നമ്മളൊന്ന് എലിമിനേറ്റ് ചെയ്യും. അത് കുറച്ച് നാളിങ്ങനെ ചെയ്യും, അത് കഴിഞ്ഞിട്ട് വീണ്ടും റീഇൻട്രൊഡ്യൂസും ചെയ്യും. പക്ഷേ ഇതെല്ലാം ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ ഗൈഡൻസിൽ തന്നെ ചെയ്യണം. ഇങ്ങനെ പ്രോബ്ലം ഉള്ള നിങ്ങളുടെ കൂട്ടുകാരന് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.